മേരിയുടെ മുന്നിൽ ഒരു മാലാഖ. ഗലീലായിലെ ഒരു നഗരമാണ് നസ്രത്ത്. അവിടെ മേരി എന്നൊരു കന്യക ജീവിച്ചിരുന്നു. ജോസഫ് എന്നൊരു ചെറുപ്പക്കാരനുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ജോസഫ് ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ചു വളർന്ന ഒരു പാവപ്പെട്ട മരപ്പണിക്കാരനായിരുന്നു. ഒരു ദിവസം മേരി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു മാലാഖ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. മേരി മാലാഖയെ നോക്കി. എന്താണിതിൻ്റെ അർത്ഥം? അവൾ ആലോചിച്ചു. മേരിയുടെ ഭയം കണ്ട് മാലാഖ അവളെ ആശ്വസിപ്പിച്ചു. മേരി, പേടിക്കേണ്ട. ദൈവം നിന്നെ വിശിഷ്ടമായ ഒരു കാര്യത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. നിനക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കും. അവന് നീ യേശു എന്ന് പേരിടണം. ദാവീദിൻ്റെ സിംഹാസനം ദൈവം അവന് നൽകും. യാക്കോബിൻ്റെ ജനത്തെ അവൻ ഭരിക്കും. മാലാഖയോട് മേരി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂപി നിന്നിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് വിശദീകരിച്ചു. അത്യുന്നതൻ്റെ ശക്തി കൊണ്ട് നീ പ്രസവിക്കുന്ന കുഞ്ഞ് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇക്കാര്യത്തിൽ നീ സംശയിക്കേണ്ട. നിന്റെ ഇളയമ്മ എലീശയുണ്ടല്ലോ, അവർ പടുകിഴവിയാണെങ്കിലും ഒരു ആൺകുട്ടിയെ പ്രസവിക്കാൻ പോവുകയാണ്. ദൈവത്തിന് അസാധ്യമായി എന്താണുള്ളത്? അത് കേട്ടപ്പോൾ മേരിയുടെ അമ്പരപ്പും പേടിയും മാറി. അവൾ അനുസരണയോടെ ആ മാലാഖയ്ക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ. ഗബ്രിയേൽ മാലാഖയ്ക്ക് സന്തോഷമായി. തൻ്റെ ദൗത്യം നിറവേറിയല്ലോ. അദ്ദേഹം ഉടനെ അപ്രത്യക്ഷനായി. മറിയം എന്ന് വിളിക്കപ്പെടുന്ന മേരി മാലാഖ പറഞ്ഞ ആ മംഗളവാർത്ത ഓർത്ത് അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. അവൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു.